എടോ നാറിത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് നിനക്കൊന്നും നാണമില്ലേടോ പറഞ്ഞ് ഒരാൾ ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് മറ്റേ പണിക്ക് കിട്ടുമോ മറ്റേന് കിട്ടുമോ എന്നിട്ട് അവളുടെ ഭർത്താവ് വിളിക്കുമ്പോൾ നിൻ്റെയൊക്കെ മോങ്ങൽ അയ്യോ എൻ്റെ കുടുംബം തകർക്കല്ലേ എനിക്ക് ഭാര്യയും 2 പെൺമക്കളും ഉള്ളതാണ് നാണോ മാനോ എളുപ്പമുണ്ടോ എനിക്ക് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നും അല്ലാട്ടാ അതായത് നമ്മളെ ടീച്ചർ ദീപ്തിനെ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും സീതത്തോടുള്ള ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറയുന്ന ചാനൽ അവരൊന്നും പറയുന്നത് നിങ്ങൾ കേൾക്കണമായിരുന്നു ജീവിക്കാൻ വിടൂല ഒരു മനുഷ്യന്മാരെയും ജീവിക്കാൻ വിടൂല ഇവനൊക്കെ ഇത്രമാത്രം കടിയുണ്ടെങ്കിൽ പിന്നെ ഗൾഫ് പോയിട്ട് ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ ഇവൻ്റെ ഭാര്യൻ്റെ അടുക്കയോ ഇല്ലെങ്കിൽ വല്ല മുരിക്കുമില്ലോ കയറിയ പോരായിരുന്നു അത്രത്തോളം വൃത്തികെട്ടമാർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാം ഇവിടുന്ന് കുറേ എണ്ണം തുണിപൊക്കി കാണിച്ചിട്ട് ഇവന്മാർക്ക് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഞെരിപിരി കൊള്ളുന്നുണ്ട് അതാണ് ഈ പ്രശ്നം തെച്ചു പറഞ്ഞ് എന്നിട്ടൊരു കാര്യം വന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം പെണ്ണാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നോൻ്റെ മറ്റേ വർത്താനം തുടങ്ങുമായിരുന്നു എന്തെങ്കിലും കിട്ടുമോ ആടെ കിട്ടുമോ അവിടെ എങ്ങനെയാണ് വലുതാണോ അവിടെ ചെറുതാണോ മറ്റേതുണ്ടോ ചോദിച്ചുകൊണ്ട് വരുവായിരുന്നു ഉളുപ്പുണ്ടോ എന്ന് എനിക്കൊക്കെ ഏതായാലും ദീപ്തി പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കട്ടാ ഇവൻ്റെ അഡ്രസ്സ് എൻ്റെ കയ്യിൽ കിട്ടണമായിരുന്നു പറഞ്ഞു എൻ്റെ കയ്യിൽ കിട്ടണം ഇവൻ്റെയൊക്കെ അഡ്രസ്സായിരുന്നു കാരണം എന്താ വെച്ചാൽ വലുതാണോ ചെറുതാണോ ഞാൻ പോയിട്ട് കാണിച്ചു കൊടുത്തേനെയായിരുന്നു മനസ്സിലായി അമ്മ അതിൽ തോന്നിയ വാസം തൊട്ടിത്തരായിരുന്നു പ്രവാസി എന്ന് വിചാരിച്ചിരിക്കുന്ന ഗൾഫിൽ ഇരുന്നിട്ട് എന്തെങ്കിലും കുണച്ചു കഴിഞ്ഞാൽ നാട്ടിലുള്ള ആരും അറിയില്ല എന്നാണ് നിൻ്റെയൊക്കെ വിചാരം നിൻ്റെയൊക്കെ ആ ഐഡിയ അവർ വെളിപ്പെടുത്താതെ നിൻ്റെ ഭാര്യനെയും കുട്ടികളെയും ഓർത്തിട്ടാണ് ഒന്നും അറിയാതെ അവറ്റകൾ വെറുതെ സമൂഹത്തിന് മുമ്പിൽ നാണം കെട്ടണമെന്ന് വിചാരിച്ചിട്ട് ഏതായാലും ഒരു കാര്യം ദീപ്തി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കട്ടെ കുറച്ച് ഉണ്ടായിരുന്നു ഞാൻ അപ്പോഴേക്ക് കടലിലൊന്ന് കാണിട്ടായിരുന്നു ഇത് കുറച്ച് ആണുങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു 12 മണി കഴിയുമ്പോൾ അല്ലെ ഒരു 2 മണി 3 മണി സമയത്ത് കണ്ടിന്യൂസ് വിളിക്കുക അപ്പൊ എന്ത് പറ്റി സൈനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പുള്ളിക്കാരിക്ക് ചെറിയൊരു കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ആവുന്നതാണ് ഇത് മോശം മെസ്സേജുകള് പിന്നെ വോയിസ് മെസ്സേജുകള് കോളുകള് അപ്പൊ ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട് പുള്ളിക്കാരി കിടന്നു അതായത് 10 മണിക്ക് ശേഷം ഫോൺ അങ്ങ് സൈലന്റ് ആക്കും രാവിലെ എണീക്കുമ്പോൾ ഫോൺ നിറയെ കോളുകളും കാര്യം 1-2 കോള് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് അസുഖം വേറെയാണ് അതായത് പരസ്യമായിട്ട് അതായത് വിളിച്ചിട്ട് ചോദിക്കുകയാണ് പിന്നെ എനിക്ക് മറ്റു ദുസ്വഭാവങ്ങളൊന്നുമില്ല അവിടെ വന്നു കഴിഞ്ഞാൽ പെണ്ണിനെ കിട്ടുമോ ഇങ്ങനെ പബ്ലിക്കായിട്ട് അതായത് സ്വന്തം ഫോൺ നമ്പറിൽ നിന്നും മറ്റൊരാളുടെ അടുത്ത് വിളിച്ച് ചോദിക്കണമെങ്കിൽ എത്രത്തോളം ധൈര്യം ഉണ്ടായിരിക്കും അപ്പൊ ഇവരിതൊക്കെ ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള ബിഹേവിയർ പിന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാഷ് എനിക്കൊരു പ്രശ്നമേ അല്ല നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ടാവും അപ്പൊ കേട്ടില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടൽ പോലെ പ്രക്ഷുബ്ധമാകുമെന്ന് എൻ്റെ മനസ്സ് മുഴുവൻ നിങ്ങളൊക്കെ മഴക്കാരൊക്കെ ഒന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം മഴക്കാർ ഇത്രയും ഈ മഴക്കാറിൽ വന്നിട്ട് ഞാൻ ഇവിടുന്ന് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക എനിക്ക് എത്രമാത്രം എനിക്ക് ദേഷ്യം വന്നു ആ ഒരു സംഭവം വായിച്ചപ്പോൾ അതായത് ഒരു മനുഷ്യൻ്റെ മാനത്തിന് വില പറയാന്നൊക്കെ പറയുന്നില്ല അമ്മാതിരി തൊട്ടിത്തരാണ് ചെയ്തിരിക്കുന്നത് ആ അതെ അതെ ആ അതെ അതെ കൊടയുണ്ട് കൊട ആ അതെ അതെ നിങ്ങൾ കേട്ടില്ലേ അതായത് പ്രവാസ ലോകത്ത് നിന്നിട്ട് അവൻ്റെ കോഴിത്തരാണ് അവൻ കാണിക്കുന്നത് ഒരാൾ ഒരു ജോലി ചെയ്യുന്ന അയാളൊരു എന്ത് ജോലി ആയി കഴിഞ്ഞാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക അവർ മാന്യം മര്യാദയായിട്ട് ജീവിക്കുന്നവരായിരിക്കും അവർ നടത്തുന്ന ട്രാവൽസ് എന്തോ ആണ് ആ ട്രാവൽസിൻ്റെ നമ്പർ കൊടുത്തപ്പോൾ പെണ്ണിൻ്റെ ശബ്ദമെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് ഈച്ച പറ്റിയതുപോലെയാണ് അല്ല എന്തൊരു സ്വഭാവമാണിത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് പറഞ്ഞാൽ ഈ ചില ആൾക്കാർ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അയ്യോ ഞങ്ങൾ പ്രവാസികളാണ് ഈ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയിക്കലാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവൻ എന്നിട്ട് അവൻ്റെ കരച്ചിൽ നിങ്ങൾ കേട്ടില്ലേ അവസാനം അവൻ പറയുന്നില്ലേ മാപ്പ് സോറി മനസ്സിലായി അവൻ്റെ ആ മാപ്പ് കുറച്ചിൽ നിങ്ങൾ കേട്ടില്ലേ ഇത്രയും പേടിത്തൊണ്ടനായ ഒരുത്തനാണോ ഇങ്ങനെ കയറി സംസാരിക്കുന്നത് ഇത്രയും പേടിത്തൊണ്ടൻ ഇവൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടതറിയാം ഇവൻ്റെ മുഖം മൂടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കണം ഇവൻ്റെയൊക്കെ സ്വഭാവം ഇതാണെന്ന് അപ്പോൾ ഒന്നും അറിയാതെ ഇവൻ്റെ അമ്മയുണ്ടാകും ഇവൻ്റെ അച്ഛനുണ്ടാകും അതുപോലെ തന്നെ ഇവൻ്റെ ഭാര്യ ഉണ്ടാകും അവരൊക്കെ സമൂഹത്തിന് മുമ്പിൽ അപഹാസ്യമാകുമെന്ന് അതുകൊണ്ടാണ് അവരുടെ മാന്യത കൊണ്ട് മാത്രം അയാളുടെ ഭാര്യയോട് ചോദിച്ചിട്ട് അയാൾക്ക് കലിപ്പ് തീരുന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും അങ്ങനെ പ്രതികരിക്കുള്ളൂ അതായത് ആ മനുഷ്യൻ പ്രതികരിച്ചതിന് ഒരു തെറ്റുമില്ല ഞാനാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിധത്തിലായിരിക്കും പ്രതികരിക്കുക അതായത് അയാൾ പ്രതികരിച്ച അത്രയല്ലേ ചെയ്തുള്ളൂ അതും മതിയായിരുന്നു അവനൊക്കെ അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ അതായത് അവൻ്റെ ഭർത്താവ് വിളിക്കുമ്പോഴേക്ക് അവൻ്റെ മുഖം അവന് ഭയങ്കര തുടങ്ങിയിരിക്കുന്നത് മനസ്സിലായി ഇവനൊക്കെ വിചാരിക്കുന്ന എന്താ പറയുക ഗൾഫിൽ കിടന്നിട്ട് ഇങ്ങനെ കുണച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യന്മാർ അറിയില്ല ഇവിടെ ആരും അറിയില്ല നമുക്കങ്ങ് ഒഴിവാകാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്ത് തോന്നിയവാസം കമൻറ്റ് വിടാം എന്ത് തോന്നിയവാസം വേണമെങ്കിലും എഴുതി വിടാമെന്നാണ് ചിലവൻ്റെയൊക്കെ ധാരണ മനസ്സിലായ നമ്മളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇതേപോലെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ചിലവനൊക്കെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞ് മാപ്പം പറയാറുണ്ടായിരുന്നു പിന്നെ അധികം നമ്മളങ്ങോട്ട് ഇതാകാതെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെയൊക്കെ പൊക്കിയെടുക്കൂ കാരണം ഇപ്പം പഴയ പോലെ ഒന്നല്ല ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കിയെടുക്കുക ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട് ഇവന്മാരൊക്കെ വിചാരിക്കും ഇതാരും അറിയത്തില്ല ഇവിടെ വരുമ്പോഴേക്ക് ഇതെല്ലാം അങ്ങ് മറന്നു പോയിക്കോളും അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് മാഞ്ഞു പോയിക്കോളും എന്നാണ് അതായത് ദീപ്തി ഒരു സംഭവം തുടങ്ങിയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അവരാരെയും ദ്രോഹിക്കാതെ അവരുടേതായ വീഡിയോ എടുത്ത് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സഹായം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്
എന്തൊക്കെ ആയി കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് പോകുന്നത്. അപ്പോഴാണ് അവരിങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്. അപ്പോൾ അവരുടെ കൂടെയുള്ള ഒരു സ്ത്രീയെ വിളിച്ചിട്ടാണ് ഇമ്മാതിരി തോന്നിയവാസ പരിപാടി കാണിച്ചത്. അവനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഈ പ്രവാസികൾക്കായാലും മറ്റുള്ളവർക്കായാലും സീതത്തോടൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താമസവും ഭക്ഷണമൊക്കെ ഇവർ കൊടുക്കും. അങ്ങനെ ഒരു സംഭവമാണ് അവർ തുടങ്ങിയത്. അതിന് ഒരുത്തൻ ചോദിക്കുന്നത് എന്താണെന്നറിയാം, പെണ്ണ് കിട്ടുമോ അവിടെ? ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് വേറെ വിധത്തിലുള്ള ദുശീലമൊന്നുമില്ല, അനക്കെന്താ വെച്ചാൽ ഇതിങ്ങനെ മൂത്തിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു പെണ്ണിനെ കിട്ടുമെന്നാണ് അവൻ്റെ ചോദ്യം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ടാവുമായിരുന്നു. ഞാൻ അതാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ. അതായത് ഒരുപാട് സ്ത്രീകളുണ്ടാവും ഇതുപോലെ ഭർത്താക്കന്മാരോട് പറയാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് കോഴിത്തരം കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് ഭർത്താവിനോട് ഇതൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താ പറയുക, ഈ ഭർത്താവ് പോയിട്ട് എന്തെങ്കിലും അവിവേകം കാണിക്കുമോ, അല്ലെങ്കിൽ ഇയാൾ പോയിട്ട് അവനെ തല്ലുമോ, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ജയിലാവൂലേ, എൻ്റെ ജീവിതം വഴിമുട്ടൂലേ, അതുപോലെ തന്നെ എന്നെ പലരും കുറ്റപ്പെടുത്തൂലേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഭയന്നിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാണ് ഇവന്മാരുടെ ഏറ്റവും വലിയൊരു വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരാൾ പോലും ഇത് പുറത്ത് പറയില്ല എന്നുള്ള ആ ഒരു ധൈര്യമാണ് ഇവന്മാർക്ക്. കുറേ എണ്ണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ ഇവിടെ കിടക്കുന്ന കുറേ ടീമുകൾ തന്നെയാണ്. ഇവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും പോയിട്ട് തുണിവൊക്കി കാണിച്ചിട്ട് രാത്രി കാലങ്ങളിൽ ഇവറ്റകളെ മൂപ്പിച്ചങ്ങ് വിടുവാർന്ന്, നല്ല രീതിയിൽ മൂപ്പിച്ചങ്ങ് വിടുവാർന്ന്. ചില ലൈവൊക്കെ നിങ്ങൾ നോക്കാറായിരുന്നു. ചില ഒന്നാന്ന് മഫാനിയ കിപ്പാന നിലമാൻ്റെ ഓരോ ഹമുക്കുകളുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ, ബാക്കി ഞാൻ പറയുന്നില്ല, എനിക്ക് ദേഷ്യം വരുത്തായിരുന്നു. അമ്മാതിരി കുറേ തൊട്ടി ടീമുണ്ടായിരുന്നു. ഈ തൊട്ടി ടീമൊക്കെയാണ് ഇവറ്റകളുടെ വിചാരങ്ങൾ ഇങ്ങനെ ഉണർത്തി വിടുന്നതെന്നാണ് പറയുന്നത്. അത് കണ്ടിട്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയാം, ഇവ സകല എണ്ണത്തിനോടും പിന്നെ ചോദിക്കലായി, ഇത് കിട്ടുമോ എന്ന്. എന്നാൽ ഇവൻ്റെ വീട് പോയി ചോദിച്ചാൽ പോരെ ഇവന്. അത്രമാത്രം ഇവന് ഇതുണ്ട്. പിടിച്ചപ്പോൾ ഇവന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, എന്തൊക്കെ അഭിനയങ്ങളാണെന്നറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കൃത്യമായിട്ടൊന്നും തന്നെ നേരിടണം. നിങ്ങൾ അങ്ങനെ വിടരുത്. കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഓനല്ല, ഓൻ്റെ വേറെ മറ്റുള്ളവർ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളിക്കത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചിട്ട് ഇവന്മാരെയൊക്കെ കൈകാര്യം ചെയ്യുക. ഇവന്മാരെയൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നെകളിക്കാൻ വേണ്ടി വിടരുത്. ഇപ്പോൾ ദീപ്തി സീതത്തോടിനുണ്ടായ അനുഭവം നാളെ നിങ്ങൾക്കും ഉണ്ടാകാം. എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ, തുറന്നു പറയാൻ ഭയമുള്ളവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അയ്യോ ഭർത്താവ് അറിയല്ലേ, അവസാനം എന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടിയിട്ട് ഭർത്താവ് അറിഞ്ഞ് നിന്നോട് അവൻ സംസാരിച്ചിരുന്നൊക്കെ പറഞ്ഞ് കുടുംബം നശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള വിളിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മോളി അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒലിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും നിൽക്കരുത്. അതും എനിക്ക് പറയാനുള്ളതാണ്. കാരണം പ്രവാസി ഗൾഫ് എന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഉണ്ട് ഒരു സ്വഭാവം, അങ്ങനെ ഒഴുകി അങ്ങ് നിൽക്കല്. കാരണം എന്താ അറിയുക, ഇവനെന്തോ വലിയൊരു കെട്ടി കൊണ്ടുവന്നിട്ട് ഇവരെ മുന്നിൽ കൊടുക്കുന്ന അവരൊക്കെ വിചാരമാണ്. അങ്ങനെ വിചാരിക്കുന്നവരുമുണ്ട്. അങ്ങനെ വിചാരിക്കുന്ന നിങ്ങളൊക്കെ അനുഭവിച്ചോളൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാത്തവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ വളരെയധികം സൂക്ഷിക്കുക. ഏതായാലും ദീപ്തിയോട് എനിക്ക് പറയാനുള്ളത്, വളരെ നന്നായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുക, അല്ല നിങ്ങൾ കൃത്യമായിട്ട് പുറത്ത് വിടണം. ഒരുപാട് പേർക്ക് ഇത് പ്രചോദനമാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്നാലേ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇങ്ങനെയുള്ള വീഡിയോ എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യണം.